കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് സ്ക്യൂനെസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ 4 മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ കാൾ പിയേഴ്സൺസ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, ദെൻ സെക്കൻഡ് ഈസ് ബൗളീസ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, തേർഡ് ഈസ് കെല്ലീസ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് മൊമെൻ്റ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ, അപ്പോൾ അതിൽ 3 നമ്മൾ പറഞ്ഞു. കാൾ പിയേഴ്സൺസ്, ബൗളീസ്, കെല്ലീസ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി പറയാനുള്ളത് 4ാമത്തെ മെഷറാണ് മൊമെൻ്റ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് മൊമെൻ്റ് എന്താണ് എന്നുള്ളത്, മൊമെൻറ്റ്സ് എന്താണ് എന്നുള്ളത്, വാട്ട് ഈസ് മൊമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മൊമെൻറ്റ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് മൊമെൻറ്റ്സ് എന്നുള്ളത് നോക്കാം കേട്ടോ. മൊമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ വരുന്നത് മൊമെൻറ്റ്സ് ആർ ദ മീൻ ഓഫ് വേരിയസ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ്. അപ്പോൾ വാട്ട് ഈസ് മൊമെൻറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ മീൻ ഓഫ് വേരിയസ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റം. അതായത് നമുക്ക് തരുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഒരുപാട് ഒബ്സർവേഷൻസ് തരും അല്ലെങ്കിൽ ഐറ്റംസ് തരും. ആ ഐറ്റത്തിൻ്റെ ഡീവിയേഷൻസ് എടുക്കുക, ആ ഡീവിയേഷൻസിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുക. ആ ഡിഫറെൻറ്റ് പവേഴ്സ് എടുത്തല്ലോ അതിൻ്റെ അരിത്മാറ്റിക് മീൻ കാണുന്നതിനെയാണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡീവിയേഷൻസ് എന്ന് പറഞ്ഞു. ഡീവിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ആ ഐറ്റത്തിൽ നിന്ന് ഒന്നെങ്കിൽ അരിത്മാറ്റിക് മീൻ കുറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അരിത്മാറ്റിക് മീൻ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കുറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ 0 ആയിരിക്കാം മൈനസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓരോ ഐറ്റത്തിൽ നിന്നും ഒന്നെങ്കിൽ അരിത്മാറ്റിക് മീൻ കുറക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അരിത്മാറ്റിക് മീൻ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കുറക്കും, അല്ലെങ്കിൽ 0 കുറക്കും. അങ്ങനെ നമുക്ക് ഡീവിയേഷൻസ് കിട്ടും. ഈ ഡീവിയേഷൻസിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കും. അതായത് 1 ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂബ് ആയിരിക്കാം, അല്ലെങ്കിൽ റേസ്-4 ആയിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് പവേഴ്സ് നമ്മളെടുക്കും. ആ പവേഴ്സിൻ്റെ ടോട്ടൽ എടുക്കുന്നു, അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അരിത്മാറ്റിക് മീൻ കാണുന്നു. അതിനെയാണ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ ഡീവിയേഷൻസ് ആർ അബൌട്ട് ദി അരിത്മാറ്റിക് മീൻ, അരിത്മാറ്റിക് മീനിൽ നിന്നാണ് നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഐറ്റംസിൽ നിന്ന് നമ്മൾ അരിത്മാറ്റിക് മീനാണ് കുറക്കുന്നത് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള മൊമെൻറ്റ്സിനെയാണ് സെൻട്രൽ മൊമെൻറ്റ്സ് ഓർ മൊമെൻറ്റ്സ് അബൌട്ട് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, സെൻട്രൽ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്സ് അബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡീവിയേഷൻസ് നമ്മൾ അരിത്മാറ്റിക് മീനിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൊമെൻറ്റ്സിനെ സെൻട്രൽ മൊമെൻറ്റ്സ് ഓർ മൊമെൻറ്റ്സ് അബൌട്ട് മീൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ഡീവിയേഷൻസ് whenever the deviations are taken from values other than the arithmetic mean, the moments are called raw moments. നമ്മൾ ഡീവിയേഷൻസ് അരിത്മാറ്റിക് മീൻ അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂവിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൊമെൻറ്റ്സിനെയാണ് റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീവിയേഷൻസ് അരിത്മാറ്റിക് മീൻ എന്നല്ലാത്ത വാല്യൂസിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൊമെൻറ്റ്സിനെ റോ മൊമെൻറ്റ്സ് എന്ന് പറയാം. Particular kind of raw moments are raw moments about origin, that is the deviations of observations are measured from origin which is 0. ഇനി നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്നത് ഒറിജിനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, അതായത് 0 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് raw moments about origin എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ particular kind of raw moments are raw moments about origin, that is the deviations of observations are measured from origin which is 0. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൽ നിന്ന് നമ്മൾ 0 ആണ് കുറക്കുന്നത്, ആ ഒരു ഡീവിയേഷൻസിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് raw moments about origin എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൊമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൊമെൻറ്റ്സ് ആർ ദ മീൻ ഓഫ് വേരിയസ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ്. അപ്പോൾ മൊമെൻറ്റ്സ് അതിൽ വരുന്ന ഡീവിയേഷൻസ് നമ്മൾ അരിത്മാറ്റിക് മീനിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ സെൻട്രൽ മൊമെൻറ്റ്സ് ഓർ മൊമെൻറ്റ്സ് അബൌട്ട് മീൻ എന്ന് പറയും. റോ മൊമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അരിത്മാറ്റിക് മീൻ അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ആണ് നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. റോ മൊമെൻറ്റ്സ് അബൌട്ട് ഒറിജിൻ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റത്തിൽ നിന്ന് നമ്മൾ കുറക്കുന്നതിൽ മൈനസ് ചെയ്യുന്നത് 0 ആയിരിക്കും. അതിൻ്റെ പവേഴ്സ് എടുക്കുന്നു, അതിൻ്റെ അരിത്മാറ്റിക് മീൻ കാണുന്നു. അതിനെയാണ് റോ മൊമെൻറ്റ്സ് അബൌട്ട് ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, so moments are denoted by Greek alphabet mu, read mu, okay, or English alphabet m. The power of the deviations is put as suffix. അപ്പോൾ മൊമെൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീക്ക് ആൽഫബറ്റ് ആയിട്ടുള്ള മ്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈനിന് എന്താ പറയുന്നത്? മ്യൂ എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിട്ടുള്ള എം ഉപയോഗിച്ചുകൊണ്ടാണ് മൊമെൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. പവർ ഓഫ് ദി ഡീവിയേഷൻ ഈസ് പുട്ട് ആസ് സഫിക്സ്. ഓക്കെ,
ദെൻ റോ ഡാറ്റയുടെ കേസിലും അതേപോലെ ഫ്രീക്വൻസി ഡാറ്റയുടെ കേസിലൊക്കെ എങ്ങനെയാണ് സെൻട്രൽ മൊമെൻറ്റ്, റോ മൊമെൻറ്റ് അല്ലെങ്കിൽ റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ ഒക്കെ കാണുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. സോ ഫോർ റോ ഡാറ്റയുടെ കേസിൽ സെൻട്രൽ മൊമെൻറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ റോ മൊമെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ റോ മൊമെൻറ്റ് എബൌട്ട് ഒറിജിൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ mu r is equal to sigma x minus x bar raised to r divided by n. ഓക്കെ, അപ്പോൾ നമുക്ക് തരുന്ന ഒബ്സർവേഷൻസിൽ നിന്ന് എക്സ് ബാർ കുറക്കുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു, ഡിഫറെൻറ്റ് പവേഴ്സ് എടുത്തതിൻ്റെ അതായത് ഡീവിയേഷൻസിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു, അതിൻ്റെ ടോട്ടൽ കാണുന്നു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ എന്ത് കിട്ടും? ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് കിട്ടും. ഓക്കെ, ആറിന് പകരം ഡിഫറെൻറ്റ് നമ്പേഴ്സ് വരാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, ഡിഫറെൻറ്റ് പവേഴ്സ് വരാം. ഓക്കെ, ആ ഡിഫറെൻറ്റ് പവേഴ്സിൻ്റെ അരിത്മാറ്റിക് മീൻ ആണ് മ്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആർത്ത് സെൻട്രൽ മൊമെൻ്റ് ആകുമ്പോൾ സെൻട്രൽ മൊമെൻ്റ് ആയതുകൊണ്ട് അരിത്മാറ്റിക് മീൻ ആണ് നമ്മൾ ഒബ്സർവേഷനിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർത്ത് റോ മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ mu dash r is equal to sigma x minus a raised to r by n. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് അരിത്മാറ്റിക് മീൻ അല്ലാത്ത ഏതൊരു വാല്യൂ ആണെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ അതിന് ഓരോ ഒബ്സർവേഷനിൽ നിന്നും ആ വാല്യൂ കുറക്കുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു, ആ ഡീവിയേഷൻസ് ഡിഫറെൻറ്റ് പവേഴ്സ് എടുത്തു, അതിൻ്റെ ടോട്ടൽ കാണുന്നു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ ആർത്ത് റോ മൊമെൻറ്റ് കിട്ടും. അതിനെ സൂചിപ്പിക്കുന്നത് mu dash r ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ mu r എന്ന് പറഞ്ഞാൽ ആർത്ത് സെൻട്രൽ മൊമെൻ്റ് ആണ്, mu r എന്ന് പറഞ്ഞാൽ സെൻട്രൽ മൊമെൻ്റ് ആണ്, mu dash r എന്ന് പറഞ്ഞാൽ റോ മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. സെൻട്രൽ മൊമെൻ്റ് ആകുമ്പോൾ mu r മാത്രമേ വരുള്ളൂ, mu dash ആകുമ്പോൾ എന്താണ്? റോ മൊമെൻ്റ് ആയിരിക്കും. ഇനി mu dash r എബൌട്ട് ഒറിജിൻ, അതായത് റോ മൊമെൻറ്റ് എബൌട്ട് ഒറിജിൻ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് എന്താണ്? ഓരോ ഒബ്സർവേഷനിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വരുന്നത് ലാസ്റ്റ് വരുന്ന ഫൈനൽ വരുന്ന ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എക്സ് റേസ് ടു ആർ ഡിവൈഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഓരോ എക്സിൻ്റെയും ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുക, അതിൻ്റെ ടോട്ടൽ കാണുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ mu dash r എബൌട്ട് ഒറിജിൻ കിട്ടും. അപ്പോൾ ഡിഫറൻസ് ഓർത്ത് വെക്കുക. എന്താണ്? ഒന്നെങ്കിൽ അരിത്മാറ്റിക് മീൻ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെൻട്രൽ മൊമെൻ്റ് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് വാല്യൂസ്, അതായത് അരിത്മാറ്റിക് മീൻ അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ആണ് മൈനസ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ റോ മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നത് mu dash r ആണ്. ഇവിടെ ഒരു ഡാഷ് r എന്നാണ് പറയുന്നത് കേട്ടോ, ഇവിടെ അതുണ്ടാവില്ല. ഇനി mu dash r എബൌട്ട് ഒറിജിൻ, അതായത് റോ മൊമെൻറ്റ് എബൌട്ട് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് റേസ് ടു ആർ ഡിവൈഡ് ബൈ എൻ, അതായത് ഓരോ വാല്യൂവിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്താണ്? 0 ആയിരിക്കും, അതിന് ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു എന്നുള്ളതാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലാസൊക്കെ ഓർത്ത് വെക്കുക. റോ ഡാറ്റയുടെ കേസിലാണ് വരുന്നത്. ഇനി ഫ്രീക്വൻസി ഡാറ്റ ആകുമ്പോൾ എന്താണ്? ഇതിലൊക്കെ എഫ് ഇട്ട് കൊടുക്കണം അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു റോ ഡാറ്റയിൽ നിന്ന് ഫ്രീക്വൻസി ഡാറ്റയിലേക്കും വരുമ്പോൾ ഉണ്ടാകുന്ന ഫോർമുലയിൽ വരുന്ന മാറ്റം എന്താണ്? നമ്മൾ ഫ്രീക്വൻസിയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഫ്രീക്വൻസി ഡാറ്റയുടെ കേസിൽ എങ്ങനെയാണ് ഫോർമുലാസ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡാറ്റയുടെ കേസിൽ, അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയാലും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയാലും നമ്മൾ മൊമെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലാസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്. റോ ഡാറ്റ ആയാലും ഫ്രീക്വൻസി ഡാറ്റ ആയാലും, ഫ്രീക്വൻസി ഡാറ്റയുടെ കേസിൽ നമ്മൾ ഫ്രീക്വൻസി അതായത് എഫും കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ mu r അതായത് സെൻട്രൽ മൊമെൻറ്റ് കാണുന്നത് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഒബ്സർവേഷനിൽ നിന്നും അരിത്മാറ്റിക് മീൻ കുറക്കുന്നു, അതിന് ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു, അതിന് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ എൻ, അതായത് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് mu r ഫ്രീക്വൻസി ഡാറ്റയിൽ കിട്ടുന്നത്. ഇനി mu dash r വരുമ്പോഴോ, mu dash r എന്ന് പറഞ്ഞാൽ റോ മൊമെൻറ്റ്സ് ആണ് അല്ലേ, റോ മൊമെൻറ്റ്സ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഒബ്സർവേഷനിൽ നിന്നും ഡിഫറെൻറ്റ് വാല്യൂ, അതായത് അരിത്മാറ്റിക് മീൻ അല്ലാതെ ഏതെങ്കിലും ഒരു വാല്യൂ മൈനസ് ചെയ്യുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു, അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ചെയ്താൽ എന്ത് കിട്ടും? mu dash r കിട്ടും, അതായത് റോ മൊമെൻറ്റ്സ് കിട്ടും. ഇനി റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? അതിൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ എഫ് എക്സ് റേസ് ടു ആർ ഡിവൈഡഡ് ബൈ എൻ, അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ഒബ്സർവേഷൻസിൽ നിന്നും ഓരോ വാല്യൂവിൽ നിന്നും
നമ്മൾ 0 മൈനസ് ചെയ്യുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുന്നു. ആ ഡിഫറെൻറ്റ് പവേഴ്സ് എടുത്തതിൻ്റെ പവേഴ്സിനെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ചെയ്താൽ μ-r കിട്ടും, എബൌട്ട് ഒറിജിൻ കിട്ടും. അതായത് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ. അപ്പോൾ റോ മൊമെൻറ്റ്സ് ആകുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസം എന്താണ്? ഫ്രീക്വൻസിയും കൂടി ഉൾപ്പെടുത്തണം, ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് ആറിന് നമ്മൾ 1, 2, 3 ആൻഡ് 4 എന്നുള്ള വാല്യൂസ് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ μr അല്ലേ, ഇവിടെ ആറിന് പകരം അല്ലെങ്കിൽ ഇവിടെ ആറിന് പകരം 1, 2, 3, 4 എന്ന് നമ്മൾ കൊടുത്താൽ നമ്മൾ സെൻട്രൽ മൊമെൻറ്റ്സ് പറഞ്ഞില്ലേ, അതാണ് μr എന്ന് പറയണത്. ഇവിടെ ആറിന് പകരം 1, 2, 3 ആൻഡ് 4 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ഫോർമുല വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ μ1, അതായത് നമ്മൾ 1 കൊടുത്തു, ആറിന് പകരം 1 കൊടുത്താൽ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 1 അല്ലേ വരാം, അത് എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ n ആണ് എന്ത്, നമ്മൾ ഫസ്റ്റത്തെ സെൻട്രൽ മൊമെൻറ്റ് എന്ന് പറയുന്നത്, അത് μ1 ആണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും 0ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഒബ്സർവേഷൻ, നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്നും എക്സ് ബാർ കുറച്ചു, അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അത് നമ്മൾ അരിത്മാറ്റിക് മീനിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞതാണ്. എന്താണ്, നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനിൽ നിന്ന് അരിത്മാറ്റിക് മീൻ കുറച്ചിട്ട് അതിൻ്റെ അരിത്മാറ്റിക് മീൻ നമ്മൾ ഡീവിയേഷൻസിൻ്റെ അരിത്മാറ്റിക് മീൻ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി μ2 സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് കാണുന്നത് μ2 is equal to സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ കാണുന്നു, ആ സ്ക്വയറിനെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ n ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, സിഗ്മ സ്ക്വയർ ആയിരിക്കും. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ്. ഓക്കെ, സിഗ്മ സ്ക്വയർ വേരിയൻസ് ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെ നമ്മൾ പറഞ്ഞിരുന്നത് വേരിയൻസ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ μ2 is equal to സിഗ്മ സ്ക്വയർ. അപ്പോൾ μ2 is equal to വേരിയൻസ് എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് μ3യുടെ കേസ് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആറിന് പകരം 3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ക്യൂബ് ഡിവൈഡഡ് ബൈ n. അതായത് ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ അരിത്മാറ്റിക് മീൻ കുറക്കുന്നു, അതിൻ്റെ ക്യൂബ് എടുക്കുന്നു, അതിനെ ആ ഡീവിയേഷൻസിൻ്റെ ക്യൂബ് എടുത്തില്ലേ, അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് μ3. ഇനി μ4 വരുമ്പോൾ നമ്മൾ ആറിന് പകരം 4 കൊടുക്കുക. അപ്പോൾ μ4 is equal to സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 4 ഡിവൈഡ് ബൈ n. അത് ചെയ്താൽ നമുക്ക് μ4 കിട്ടും. അപ്പോൾ ഇത് ഷുവറായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. μ1 എന്ന് പറഞ്ഞാൽ, അതായത് μ1, μ2, μ3, μ4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് ആണ്. സെൻട്രൽ മൊമെൻറ്റ്സിനാണ് μ1, μ2, μ3, μ4 എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് ആണ് μ1, μ2, μ3, μ4. അതിൻ്റെ ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ദി മീൻ ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ദി വാല്യൂസ് മെഷേർഡ് ഫ്രം ദെയർ അരിത്മാറ്റിക് മീൻ ആൻഡ് സോ ഇറ്റ് ഈസ് 0 ഓൾവേസ്. അത് നമ്മൾ അരിത്മാറ്റിക് മീൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞതായിരുന്നു. മീൻ ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ദി വാല്യൂസ് മെഷേർഡ് ഫ്രം ദെയർ അരിത്മാറ്റിക് മീൻ ആകുമ്പോൾ അത് എപ്പോഴും 0 ആയിരിക്കും. അതായത് നമ്മുടെ ഒബ്സർവേഷനിൽ നിന്ന് നമ്മുടെ ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഒബ്സർവേഷൻസിൻ്റെ തന്നെ അരിത്മാറ്റിക് മീൻ കുറച്ച് അതിൻ്റെ ടോട്ടൽ കണ്ട് അതിൻ്റെ അരിത്മാറ്റിക് മീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, പക്ഷേ ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ, ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് പറഞ്ഞിരുന്നില്ലേ, അതായത് നമ്മൾ μ-r ആണ് ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ μ-1 ആണെന്നുണ്ടെങ്കിൽ μ-r എന്ന് പറഞ്ഞാൽ എന്താണ്, റോ മൊമെൻറ്റ് എബൌട്ട് ഒറിജിൻ ആണ് അല്ലേ, ഡാഷ് ആണ്. അപ്പോൾ റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ 0 ആണ് മൈനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ വരികയാണെന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് വരിക. അതായത് അത് അരിത്മാറ്റിക് മീൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ടെൻഡൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെഷറാണ് അരിത്മാറ്റിക് മീൻ എന്ന് പറയുന്നത്. ആ അരിത്മാറ്റിക് മീൻ ഏതിനാണ് ഈക്വൽ ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ. ഓക്കെ, ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓരോ വാല്യൂസ് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരുന്നു. ആറിന് 1 എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ μ-1 എബൌട്ട് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ μ-1 എബൌട്ട് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏതിന് ഈക്വൽ ആണ്? സിഗ്മ എഫ് എക്സ് റേസ്റ്റ് 1 ബൈ എൻ അല്ലേ? സിഗ്മ എഫ് എക്സ് റേസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ അവിടെ 1 ഒരു സ്ഥാനമല്ല, അപ്പോൾ എഫ് എക്സ് തന്നെ വരും. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ വരും. അത് അരിത്മാറ്റിക് മീൻ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. μ2 is the variance whose positive square root is standard deviation. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു μ2 is equal to സിഗ്മ സ്ക്വയർ ആണെന്ന്. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്, അത് വേരിയൻസ് ആണ്. അപ്പോൾ μ2 is equal to വേരിയൻസ് whose positive square root is standard deviation, the most useful measure of dispersion. So μ3 helps in the study of skewness while μ4 helps to measure kurtosis. μ3 എന്ന് പറയുന്നത് നമുക്ക് സ്ക്യൂനെസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. μ4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർ ഓഫ് കൊട്ടോസിസ് അല്ലെങ്കിൽ കുട്ടോസിസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. All the 4 characteristics used for description and comparison of frequency distribution are available in terms of moments. അപ്പോൾ ഈ 4 അതായത് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി വേറൊരു കാര്യം പറയുന്നത്, ഫോർ ദി പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഫ്രം ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ ഫോളോയിങ് റിസൾട്ട്സ് ആർ ഓഫ് യൂസ്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലും കൂടെ നമുക്ക് അതേപോലെ μ-2 റോ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് d is equal to x minus a by c എന്നുള്ള രൂപത്തിൽ. അപ്പോൾ μ-1 അതായത് ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ μ-1 is equal to സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സി. μ-2 ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ ഇൻറ്റു സി സ്ക്വയർ. μ-3 ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് ഡി ക്യൂബ് ബൈ എൻ ഇൻറ്റു സി ക്യൂബ്. μ-4 ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് ഡി റേസ് ടു 4 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി റേസ് ടു 4. ഓക്കെ, ഇനി റോഡാറ്റയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമുലാസ് ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി ഒഴിവാക്കുക, അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ എന്നിന് പകരം സ്മോൾ ലെറ്റർ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റിനെ റോ മൊമെൻറ്റ്സിൻ്റെ രീതിയിലും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സിനെ റോ മൊമെൻറ്റ്സിൻ്റെ രീതിയിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പറയാം കേട്ടോ. അതപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ μ1 is equal to 0 എന്നുള്ളത് നമ്മൾ പറഞ്ഞു. μ1 എപ്പോഴും 0ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മളിവിടെ പറഞ്ഞില്ലേ μ1 എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ μ1 is equal to 0 ഓൾവേസ്. ദെൻ μ2 എങ്ങനെയാണ് നമ്മൾ റോ മൊമെൻറ്റ്സിൻ്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ റോ മൊമെൻറ്റ്സ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സെൻട്രൽ മൊമെൻറ്റ്സ് കാണാൻ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ റോ മൊമെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് 4 റോ മൊമെൻറ്റ്സ് തന്നു, അതിൽ നിന്ന് ഫസ്റ്റ് 4 സെൻട്രൽ മൊമെൻറ്റ്സ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക, അതാണ് ഇപ്പോൾ പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഫോർമുലാസ് ആണ് പറയുന്നത്. അപ്പോൾ μ1 നമുക്ക് 0 എന്ന് എഴുതാം. μ2 is equal to μ-2 മൈനസ് μ-1 സ്ക്വയർ. μ-2ൽ നിന്ന് നമ്മൾ μ-1ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് μ2 കിട്ടും. അതായത് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് കിട്ടും. ഇനി μ3 is equal to μ-3 മൈനസ് 3 ഇൻറ്റു μ-2 ഇൻറ്റു μ-1 പ്ലസ് 2 ഇൻറ്റു μ-1 ക്യൂബ്. ഓക്കെ, അപ്പം നമുക്ക് μ-3യും μ-2വും μ-1 പറഞ്ഞാൽ നമുക്ക് μ3 കാണാം. ഇനി μ4 is equal to μ-4 മൈനസ് 4 ഇൻറ്റു μ-3 ഇൻറ്റു μ-1 പ്ലസ് 6 ഇൻറ്റു μ-2 ഇൻറ്റു μ-1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു μ-1 റേസ് ടു 4. അപ്പോൾ ഇത് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് വരുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ പറയുക അത് ഓർത്ത് വെക്കാം കേട്ടോ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,
So the above relations are true for row moments about origin also. ഇതിന് റോ മൊമെൻറ്റ്സ് അബൌട്ട് ഒറിജിനും വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അവിടെ അരിത്മാറ്റിക് മീൻ കാണേണ്ടത് റോ മൊമെൻറ്റ്സ് അബൌട്ട് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ അരിത്മാറ്റിക് മീനിൽ നമുക്ക് എങ്ങനെ കാണാം? എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സി ഓക്കെ ഇസ് ഈക്വൽ ടു എ പ്ലസ് മ്യൂ ഡാഷ് 1. അതായത് എബൌട്ട് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അരിത്മാറ്റിക് മീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സി ആണ്. അപ്പോൾ സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സിക്ക് പകരം നമുക്ക് മ്യൂ ഡാഷ് 1 എന്ന് കൊടുക്കാം. അതായത് ഇവിടെ പറഞ്ഞില്ലേ മ്യൂ ഡാഷ് 1 എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സി ആണ് എന്നുള്ളത്. അപ്പോൾ അരിത്മാറ്റിക് മീൻ കാണാൻ സിഗ്മ എഫ് ഡി ബൈ എൻ ഇൻറ്റു സിക്ക് പകരം നമ്മൾ മ്യൂ ഡാഷ് 1 കൊടുത്തു. അപ്പോൾ വരുന്നത് മ്യൂ ഡാഷ് 1 പ്ലസ് എ ഇസ് ഈക്വൽ ടു എന്ത് വരും? അരിത്മാറ്റിക് മീൻ വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്താണ് മൊമെൻറ്റ്സ് എന്ന് ഓർത്ത് വെക്കുക. മൊമെൻറ്റ്സ് റോ മൊമെൻറ്റ്സ് ഉണ്ട്, സെൻട്രൽ മൊമെൻറ്റ്സ് ഉണ്ട്, റോ മൊമെൻറ്റ്സ് അബൌട്ട് ഒറിജിൻ ഉണ്ട്. എന്തൊക്കെയാണ് അതിൽ കൺസെപ്റ്റുകളെന്ന് ഓർത്ത് വെക്കുക, ഫോർമുലാസ് ഓർത്ത് വെക്കുക. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: the first 4 moments of a distribution about the value 5 of the variable are 2, 20, 40 and 50. Find the mean, variance, mu3 and mu4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 moments of a distribution about the value 5, അതായത് ഫസ്റ്റ് 4 moments എന്ന് പറഞ്ഞാൽ എന്താണ്? റോ മൊമെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. എബൌട്ട് ദ വാല്യൂ 5 ആണ്. അതായത് നമ്മൾ കുറയ്ക്കുന്നത് എന്താണ്? വാല്യൂ 5 ആയിരിക്കും. ഓക്കെ, അത് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? മ്യൂ ഡാഷ് 1 2 ആണ് കിട്ടിയിട്ടുണ്ട്. മ്യൂ ഡാഷ് 2 20 ആണ്. മ്യൂ ഡാഷ് 3 40 ആണ്. മ്യൂ ഡാഷ് 4 50 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് മീനും വേരിയൻസും mu3 mu4 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു മീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ ആണ്. അതായത് ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഡാഷ് ആർ എബൌട്ട് ഒറിജിൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് ഇതും വാല്യൂവും അതേപോലെ മ്യൂ ഡാഷ് 1 നമുക്ക് കിട്ടിയാൽ നമുക്ക് മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഇതാണല്ലേ, അരിത്മാറ്റിക് മീൻ. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് മ്യൂ ഡാഷ് 1. മ്യൂ ഡാഷ് 1 കിട്ടിയിട്ടുള്ളത് എത്രയാണ്? മ്യൂ ഡാഷ് 1 കിട്ടിയിട്ടുള്ളത് 2 അല്ലേ? മ്യൂ ഡാഷ് 1 ആണ് 2. അപ്പോൾ 5 പ്ലസ് എ എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 7 എന്നുള്ളത് അരിത്മാറ്റിക് മീൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി വേരിയൻസ് പറഞ്ഞാൽ നമുക്കറിയാം mu2 ആണ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേരിയൻസ് കാണാനുള്ള mu2 കാണാനുള്ള ഇക്വേഷൻ മ്യൂ ഡാഷ് 2 മൈനസ് മ്യൂ ഡാഷ് 1 ഹോൾ സ്ക്വയർ. അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. മ്യൂ ഡാഷ് 2 മൈനസ് മ്യൂ ഡാഷ് 1 സ്ക്വയർ. അപ്പോൾ മ്യൂ ഡാഷ് 2 കിട്ടിയിരുന്നത് 20. മ്യൂ ഡാഷ് 2 നമുക്ക് തന്നിട്ടുള്ളത് 20 ആണ്. 20 മൈനസ് മ്യൂ ഡാഷ് 1 സ്ക്വയർ. മ്യൂ ഡാഷ് 1 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ എന്ത് ചെയ്യുക? 20യിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 20 മൈനസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള mu3 കാണാനുള്ള ഇക്വേഷൻ മ്യൂ ഡാഷ് 3 മൈനസ് 3 മ്യൂ ഡാഷ് 2 ഇൻറ്റു മ്യൂ ഡാഷ് 1 പ്ലസ് 2 ഇൻറ്റു മ്യൂ ഡാഷ് 1 ക്യൂബ്. അപ്പോൾ mu3 അതായത് മ്യൂ ഡാഷ് 3 മ്യൂ ഡാഷ് 2 മ്യൂ ഡാഷ് 1 ഒക്കെ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇതിൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മ്യൂ ഡാഷ് 3 എന്ന് പറഞ്ഞത് 40 ആയിരുന്നു. ദെൻ മ്യൂ ഡാഷ് 3 40, ദെൻ 3 ഇൻറ്റു മ്യൂ ഡാഷ് 2 20, 3 ഇൻറ്റു 20 ഇൻറ്റു മ്യൂ ഡാഷ് 1, അതായത് മ്യൂ ഡാഷ് 1 2, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് 2 ഇൻറ്റു 2 ക്യൂബ്, അതായത് 2 ഇൻറ്റു മ്യൂ ഡാഷ് 1 2 ആണ് അതിൻ്റെ ക്യൂബ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് -64 ആണ്. അപ്പോൾ mu3 നമുക്ക് കിട്ടി. ഇനി mu4 കാണാനുള്ള ഇക്വേഷൻ മ്യൂ ഡാഷ് 4 മൈനസ് 4 ഇൻറ്റു മ്യൂ ഡാഷ് 3 ഇൻറ്റു മ്യൂ ഡാഷ് 1 പ്ലസ് 6 മ്യൂ ഡാഷ് 2 ഇൻറ്റു മ്യൂ ഡാഷ് 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു മ്യൂ ഡാഷ് 1 റേസ് ടു 4. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമുക്ക് പറഞ്ഞിട്ടുള്ള ഇക്വേഷന്. ഓക്കെ, അപ്പോൾ അതിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് മ്യൂ ഡാഷ് 4 പറഞ്ഞുള്ള 50 ആണ് പറഞ്ഞിരുന്നത്. മ്യൂ ഡാഷ് 4 50 ആണ്. 50 മൈനസ് 4 ഇൻറ്റു മ്യൂ ഡാഷ് 3 40 ഇൻറ്റു മ്യൂ ഡാഷ് 1 2 ആണ്, 2 പ്ലസ് 6 ഇൻറ്റു മ്യൂ ഡാഷ് 2 20 ഇൻറ്റു മ്യൂ ഡാഷ് 1, അതായത് 2 സ്ക്വയർ. ഓക്കെ, മൈനസ് 3 ഇൻറ്റു 2 റേസ് ടു 4. മ്യൂ ഡാഷ് 1 2 അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് 162 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ഫോർമുല നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിലിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ റോ മൊമെൻറ്റ്സ് തന്നാൽ എങ്ങനെയാണ് സെൻട്രൽ മൊമെൻറ്റ്സ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഫോർമുലാസ് ഓർത്ത് വെക്കുക. അതേപോലെ മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ, വേരിയൻസ് μ2, μ3 നമുക്ക് സ്ക്യൂനെസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, μ4 നമുക്ക് കോട്ടോസിസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. എന്നാലും നമുക്ക് അടുത്ത നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഫോർമുല, അതായത് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഫോർമുല മൊമെൻറ്റ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആയിരുന്നു, അത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൊമെൻറ്റ്സ് എന്താണ്, മൊമെൻറ്റ്സ് കാണാനുള്ള ഫോർമുല. അപ്പോൾ റോ മൊമെൻറ്റ്സ് ആവാം, സെൻട്രൽ മൊമെൻറ്റ്സ് ആവാം, റോ മൊമെൻറ്റ്സ് എബൌട്ട് ഒറിജിൻ ആവാം, അതൊക്കെ കാണാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സെൻട്രൽ മൊമെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് റോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ഫോർമുല പറഞ്ഞിട്ടുണ്ട്, അതിലെങ്ങനെയാണ് പ്രോബ്ലം വരുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൊമെൻറ്റ് കോഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.